പാട്ടുണ്ടോ? പടം എന്താ പറയുക, ഷാപ്പിംഗ് റോഡിലെ ഒരു കൊലപാതകം, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനിലാണ്. എന്നാൽ ത്രൂ ഔട്ട് ഒരു കോമഡി എലമെൻറ്റും ഉണ്ട്. ബേസിൽ സെയിം വൈബ് പൊളിച്ചിട്ടുണ്ട്. ചെമ്പൻ വിനോദ്, നമ്മുടെ ഈ പറഞ്ഞ പോലെ സൗബിൻ, എല്ലാവരും നയിച്ചായിരുന്നു. ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറിൻ്റെ മൂവി എന്ന് പറയില്ല, മേക്കിംഗ് അത്ര അടിപൊളിയായിരുന്നു. പിന്നെ റഷീദ് എടുക്കുന്ന സംഭവങ്ങൾ പറയുമ്പോൾ ഭയങ്കര സെലക്റ്റീവ് അല്ലേ പുള്ളി. ഇത് ഡയറക്ടറാണെങ്കിലും സ്ക്രിപ്റ്റ്, ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിനകത്ത് മേക്കിംഗ് നൈസായിരുന്നു, BGM നൈസാണ്. ത്രൂ ഔട്ട് ഒരു കോമഡി എലമെൻ്റ് ഉണ്ട്, എന്നാൽ ആ ത്രില്ലർ എലമെൻറ്റ് നഷ്ടപ്പെടുന്നില്ല. നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇൻ്റർവെൽ പഞ്ചല്ലായിരുന്നു, പക്ഷേ ഇൻ്റർവെൽ പിന്നെ വേറെ ടെസ്റ്റ് ക്ലൈമാക്സിൻ്റെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്താ ഒരു കോമഡി ത്രില്ലർ എന്നാണ് പറയാം, എന്തായാലും നിരാശപ്പെടുത്തില്ല. തിയേറ്ററിലാണ് നാളെ സപ്പോർട്ട്. പടമാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡയറക്ടറുടെയും ഒരു എഡിറ്ററുടെയും പടമാണിത്. അത്രയും ഭംഗിയായിട്ടാണ് അവർ അതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. പെർഫോമൻസ് എന്ന് പറയുന്നത് 5 പേരാണ് മെയിൻ ആക്ടേഴ്സ്, ബാക്കി എല്ലാം ജൂനിയർ ആർട്ടിസ്റ്റിനാണ് കൊണ്ടിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ വേറെ ലെവലായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്തരം വർക്ക് ഇൻട്രോയിലൊക്കെ വരെ ചട്ടിലായിട്ട് വേണം. ഇൻട്രോയിലേക്ക് വേറെ സ്റ്റൈലാണ് പടം പോകുന്നത്. ഏതായാലും മസ്റ്റ് വാച്ച് തിയേറ്ററാണ്. ബേസിലേക്ക് ഏറ്റവും ബെസ്റ്റ് വർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബേസിലിനകത്ത് തകർത്തിട്ടുണ്ട്. സൗബിനും എല്ലാം ബേസിലാണ് മെയിൻ ചെയ്യുന്നത്. എല്ലാവരും ഉഗ്രം വർക്ക്. ഒരു ഡയറക്ടറുടെയും ഒരു എഡിറ്ററുടെയും പടമാണ്. പടം വേറെ ലെവൽ, അടിപൊളി. ത്രില്ലറും പ്ലസ് ഒരു കോമഡി എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിലൊരു മുഴുവനായിട്ടൊരു ഇത് വന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. പടം നല്ല സൂപ്പർ പടമാണ്, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ക്രൈം ത്രില്ലർ എന്ന് പറയുന്നത്, ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലർ, ഒരു ഷാപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണെങ്കിലും ഒരു നമുക്ക് ഒട്ടും ലാഗില്ലാതെ കണ്ടിരിക്കാൻ പറ്റും. അവസാനം വരെ നമ്മളെ പിടിച്ചിരുന്നു. ഒരു എൻഗേജാണ്. പിന്നെ ഇതിന് മെയിനായിട്ട് എടുത്തു പറയേണ്ടത് സൗബിൻ സാഹിബ് മറ്റേ ബേസിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ സൗബിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അഭിനയ സാധ്യത ഉള്ളത് മാത്രമേ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു പടം കിട്ടിയില്ല. വളരെ നല്ലൊരു കഥയും നല്ലൊരു അടിപൊളി സ്റ്റോറി ആയിരുന്നു. നല്ല സൂപ്പർ കൊള്ളാം. മൂവി പ്രാവൻകൂട് ഷാപ്പ് ആവറേജ് സിനിമയാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഇത് സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർക്ക് എത്ര കൺവേ ആവുമെന്നുള്ളതിനെക്കുറിച്ച് പ്രേക്ഷകർ അഭിപ്രായം കേൾക്കേണ്ടി വരും. കാരണം ഇത് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം സൗബിനൊക്കെ അടിപൊളിയാണ്, അതുപോലെ തന്നെ നമ്മുടെ ചെമ്പൻ വിനോദ് അടിപൊളിയാണ്. നമ്മുടെ ബേസിൽ ജോസഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ വളർന്നു വരുന്ന ഒരു നടനാണ്. അദ്ദേഹം ടൈപ്പ് കാസ്റ്റിലേക്ക് പോകുന്നതായിട്ട് എൻ്റെ ഒപ്പീനിയനാണ്. അത് അദ്ദേഹം ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. എല്ലാ സിനിമകളിൽ നിന്നും വ്യത്യസ്തനായിട്ട് മാറാൻ ശ്രമിക്കണം. ടൈപ്പ് കാസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു. ക്ലൈമാക്സിൽ വന്ന സാധനങ്ങളൊക്കെ, പക്ഷേ സാധാരണക്കാർക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഹാഫൊക്കെ അങ്ങനെ പറയുന്ന രീതി അങ്ങനെ മനസ്സ് കണക്ട് ആവുന്നു. ഇതിങ്ങനെ പറഞ്ഞ് അങ്ങനെ പല ക്യൂരിയോസിറ്റി ഉണ്ടാക്കി വരുന്നത് കൊണ്ട് കുറേ അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് എൻ്റെ ഇതാണ് പ്രേക്ഷകർ പറയട്ടെ. കാരണം സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നും സിനിമ നമ്മൾ റിവ്യൂ പറയുന്നത് കൊണ്ട്, സിനിമ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് കൊണ്ട്, നമ്മളങ്ങനെ ശ്രദ്ധിച്ച് വരുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായി. എല്ലാ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയം. പടം എന്തായാലും ഓടാൻ സാധ്യത. നല്ലൊരു പടമായിരുന്നു. കണ്ടിന്യൂ ചെയ്ത അടിപൊളി പടമാണ്. ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടം തന്നെയാണ്. സൗബിൻ സാഹിബും ബേസിൽ ജോസഫും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. രസമുണ്ട്. നിങ്ങളെല്ലാവരും പോയി കാണണമെന്ന് ഞാൻ പറയുള്ളൂ. ഞങ്ങൾ കണ്ടിറങ്ങിയതാണ്. നിങ്ങളെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി പടം. ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? പുതിയ ഡയറക്ടറാണ്. അടിപൊളിയായിട്ട് എടുത്തു. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പുതിയ ഡയറക്ടർ? ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ കണ്ടിരിക്കും. ടൈം പോകാതെ അറിയില്ല. പിന്നെ സൗബിൻ ഷാഹിറും പിന്നെ സൗബിൻക്കാണെങ്കിലും ഇപ്പോൾ വേറെ ഒരു ലുക്കാണ്. പിന്നെ ബേസിലൊക്കെ നോക്കുമ്പോൾ ആണെങ്കിലും ഇപ്പോൾ ഡിഫറെൻറ്റ് പോലീസായിട്ട് നല്ല രസം കൊള്ളാം. നല്ലതാണ്. പ്രാവിൻകൂട് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രാവിൻകൂട് സിനിമ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രം. നമ്മൾ ഈ കള്ളുഷാപ്പിൽ നിന്ന് കേട്ട നാട്ടിൻപുറത്ത് കേട്ടിട്ടുള്ളൊരു സംഭവം, ഏതായാലും ആ പ്രദേശത്തുള്ള ഒരു കള്ളുഷാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പറയാവുന്നതെന്ന് പറഞ്ഞെങ്കിൽ ശ്രീരാജ് ശ്രീനിവാസൻ എന്ന ഡയറക്ടർ ഒരു നാട്ടിൻപുറത്തോട്ടൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ഒരുപാട് കഥാപാത്രങ്ങൾ. ഇപ്പോൾ നമുക്ക് കള്ളുഷാപ്പിൽ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കണ്ട സിനിമയിലെ പോലെയുള്ളൊരു ഷാപ്പ് കാണാൻ പറ്റി. പിന്നെ ബേസിൽ ജോസഫും സൗബിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം. ബേസിൽ ജോസഫിനെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു പോലീസ് കഥാപാത്രം ഇത്രയ്ക്ക് ഉജ്ജ്വലമാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ചിത്രം.
ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ചെമ്പത്തിനതാണെങ്കിലും എല്ലാവരും വ്യത്യസ്തമാണ്. പിന്നെ ഒരു കുറേ പ്രായമുള്ള കഥാപാത്രങ്ങളാണ്, ഒക്കെ അടിപൊളി. ഏതായാലും നല്ലൊരു സിനിമ എല്ലാവർക്കും ധൈര്യപൂർവ്വം വന്ന് കാണാം. പിന്നെ ചെമ്പത്തിൻ്റെ കുറച്ച് നാൾ തീർച്ചയായിട്ടും തിരിച്ചു വരാൻ പുള്ളിയുടെ കാരണം വെച്ചാൽ പിന്നെ അഞ്ചുകളിലൊക്കെ ഓക്കെന് ശേഷം നല്ലൊരു പെർഫോമൻസ് ആണ് ചെമ്പൻ്റെ ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും വന്ന് കാണേണ്ട ഒരു മൂവി തന്നെയാണ്. സിനിമയാണ് അടിപൊളി സിനിമ, പേടിപ്പെടുത്തുന്ന ഒരു ഭയാനകമായിട്ട് സൂപ്പർ സിനിമ. എല്ലാവരും വന്ന് കാണുക. എന്താ പറയുക, നമ്മുടെ ബേസിൽ ജോസഫിന്റെ ഒരു പോലീസ് ഓഫീസറായിട്ട് ഗംഭീരമായിട്ട് തകർത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ തിരിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ നാളെ സിനിമയ്ക്ക് പോകുന്ന പേരേക്ക് ആശംസകൾ. മോഡിയാട്ടൻ എന്താ പറയുന്നത്? മോഡിയാണെന്നൊന്നും പറയാനില്ല.